ഇടുക്കി മൂലമറ്റത്ത് കൊലക്കേസ് പ്രതിയായ ഗുണ്ടയെ കൊലപ്പെടുത്തിയതിൽ 6 പേർ കൂടി അറസ്റ്റിൽ. ഒളിവിൽ പോകാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് 5 പ്രതികൾ പിടിയിലായത്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സാജൻ സാമുവലിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രതികളുടെ മൊഴി. കൊലപ്പെടുത്തിയ ശേഷം കൈയടക്കം അറുത്തുമാറ്റിയ ക്രൂരതയാണ് ഈ കേസിലുണ്ടായത്. മൂലമറ്റത്തു നിന്നും KSRTC ബസ്സിൽ കട്ടപ്പനയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതികളായ മനോജ്, വിഷ്ണു രാജു, പ്രിൻസ്, അശ്വിൻ കണ്ണൻ, ഷിജു എന്നിവർ പോലീസ് പിടിയിലാകുന്നത്. വാഗമൺ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇന്നലെ തന്നെ കാഞ്ഞാർ പോലീസിന് കൈമാറുകയും ചെയ്തു. പ്രതിയായ രാഹുൽ ജയനെ പിന്നീട് പിടികൂടി. കഴിഞ്ഞ ദിവസം ഷാരോൺ ബേബിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇവരെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട്. സാജനെ കൊലപ്പെടുത്തിയ ശേഷം കയറ്റിക്കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവർ സംഭവം നടന്ന അന്ന് തന്നെ ദുരൂഹത പോലീസിനെ അറിയിച്ചിട്ടും 3 ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തിയത്. വണ്ടിയിട്ട് ഈ ആക്രി കയറ്റാനാന്ന് പറഞ്ഞ് ആദ്യം കുറച്ച് ബക്കറ്റൊക്കെ ഇവർ കയറ്റി വെച്ചായിരുന്നു ഫ്രണ്ടിൽ. അതിൻ്റെ ടിന്നറായിരുന്നു, നമ്മുടെ സ്മെല്ലിന് വേണ്ടി ടിന്നറായിരുന്നു. അപ്പോൾ ഈ പുറകെ സൈഡിൽ ഇവർ ഡോർ തുറക്കുന്ന നിന്നപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് നമ്മളെ മാറ്റിക്കൊണ്ടുപോയി. ഇത് പന്നിയിറച്ചിയാണ്, മറ്റേ കാട്ടുപന്നിയിറച്ചിയെ വണ്ടി ഇടിച്ച് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, പോലീസുകാർ അറിഞ്ഞ വിഷയമാവെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ നമ്മളെ നിർബന്ധിച്ച് വിഷയമൊന്നുമില്ല, കാട്ടുപന്നിയിറച്ചിയാണ്, കൊണ്ടുപോകാൻ സേഫായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവർ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നമ്മുടെ വണ്ടിയെ കയറ്റി. ഇത് കയറ്റുന്ന സമയത്ത് എന്നെ ഒരു ചായ കുടിക്കാനാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അപ്പുറത്തെ കടയിലേക്ക് കൊണ്ടുവരുന്നു. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന പ്രതികളുടെ മൊഴി പോലീസ് പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൊല്ലപ്പെട്ട സാജനും പ്രതികളും തമ്മിൽ മുൻപ് സംഘർഷമുണ്ടായിട്ടുണ്ട്. 24 ഇടുക്കി.